ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനം സംബന്ധിച്ച വിവാദങ്ങൾക്കിടെ മറ്റൊരു വലിയ തീച്ചുളയിലേക്ക് സതീശൻ എടുത്ത് ചാടുകയാണ്. KPCC അധ്യക്ഷൻ്റെ നിയമനമാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2 മാസമാവുന്നു. അപ്പോൾ മന്ത്രിസഭയൊക്കെ വന്നെല്ലാം കഴിഞ്ഞു. പക്ഷേ KPCCയുടെ പ്രസിഡൻ്റാണ് ഇപ്പോഴും ഇവിടെ മന്ത്രിയെ തുടരുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരു ദിവസത്തെ കേസല്ലേ ഉള്ളൂ ഹൈക്കമാൻഡ് വിചാരിച്ചാൽ അവർക്ക് പുതിയ KPCC പ്രസിഡന്റ് നിയോഗിക്കും? ഇത് ആരടുത്താണ് ഇവർ ചർച്ച ചെയ്യുന്നത്? KPCC പ്രസിഡന്റ് ഇനി പുതിയ ആളിനെ കണ്ടെത്താൻ ഇതിന് മല്ലികാർജുൻ ഖാർഗെയാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റെങ്കിലും ഇത് തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം വിദേശത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചായിരുന്നോ? അതായത് ഇദ്ദേഹം കുറച്ച് കുട്ടികളുടെ കൂടെ കളിക്കുന്നു, ആ 2 കുട്ടികളുടെ കൂടെ ഔട്ടിങ് നടത്തുന്നു, വേറൊരു ലേഡി ബോട്ടിലുണ്ട്. ഇത് സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള ഒരു പ്രചാരണം സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഭാര്യയും മക്കളുമുണ്ട്, അവരെ കാണാൻ വേണ്ടി പോയതാണ്, വിദേശത്ത് പോയതാണ്, അവർക്കൊപ്പം അവധിക്കാലം ചെലവഴിക്കാൻ പോയതാണ്, അവർക്കൊപ്പം അദ്ദേഹം ചുറ്റിക്കറങ്ങി നടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ആള് രാഹുൽ ഗാന്ധി തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് നമുക്ക് സ്ഥിരീകരിക്കാം, ഒരുപക്ഷെ ആയിരിക്കാം. ഞാൻ നോക്കിയിടത്തൊന്നും അങ്ങനെ ഒരു വാർത്ത ഒരുപാടൊന്നും കണ്ടില്ല. ചിലയിടത്തൊക്കെ കണ്ടതെല്ലാം അദ്ദേഹത്തിന് എതിരായിട്ടുള്ള സൈബർ ഗ്രൂപ്പുകളിലാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ കണ്ടപ്പോൾ അത് അദ്ദേഹം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തും ചെയ്യാന്നുള്ളതുകൊണ്ട് ഈ ഭാര്യയും മക്കളും ഉണ്ടാകുമോ എന്നുള്ളത് ഇനി അദ്ദേഹം തന്നെ മറുപടി പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പാർലമെന്റ് സമ്മേളനം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ അവിടെ അതിൻ്റെ തിരക്കുകൾ ഒരു വശത്തുണ്ടാവും. പക്ഷേ കേരളത്തിൽ KPCC പ്രസിഡന്റ് നിയോഗിക്കണ്ടേ? കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന സണ്ണി ജോസഫ്, അദ്ദേഹം മന്ത്രിസഭയിലെ അംഗമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും മുഖ്യമന്ത്രിയെ തിരുത്താനോ നിർദ്ദേശിക്കാനോ പറ്റില്ല. അദ്ദേഹം മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയുടെ താഴെയാണ്. അതൊരു വലിയ വൈരുദ്ധ്യാത്മിക ഭൗതികവാതകം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്കൂളിൽ ടീച്ചറിനെ ചെന്ന് HM മെമ്മോ എടുക്കും പോലെ ഇരിക്കുള്ളത്. അവിടെയാണ് ഏറ്റവും രസം. ഈ ഹയറാർക്കി വെച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയല്ലേ വലുത്. അല്ല, അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. കേരളം ഭരിക്കുന്നത് UDF സർക്കാരാണ്, നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത് KPCC പ്രസിഡൻ്റാണ്. സർക്കാരിൻ്റെ പോക്കിനെയും മുഖ്യമന്ത്രിയുടെ പോക്കിനെയും നിയന്ത്രിക്കേണ്ടത് KPCC പ്രസിഡൻ്റാണ്. ഈ മുഖ്യമന്ത്രി അനുസരിക്കാൻ ഏക ബാധ്യസ്ഥനായിട്ടുള്ളത് ഈ KPCC പ്രസിഡൻ്റാണ്. പക്ഷേ ഇവിടെ രസം എന്താണ്? ഇവിടെ മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രി അങ്ങനെ ഇരുന്ന് ഭരിക്കുന്നു. അദ്ദേഹത്തെ ഈ ശാസിച്ച് അല്ലെങ്കിൽ നേർവഴിക്ക് നടക്കേണ്ട KPCC പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കീഴിലൊരു മന്ത്രിയാണ്. അതായത് കുമ്പിടിയാണെന്ന് പറയില്ല, അതാണ് അവിടെയുണ്ട് ഇവിടെയുണ്ട്, ഡബിളാണ് ആള്. ഇതിൽ ഏത് പദവി എവിടെ വിനിയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ചർച്ച. ഇത് ഇപ്പം സണ്ണി ജോസഫ് താൻ KPCC പ്രസിഡന്റ് എന്നുള്ളതിൽ സതീശനോട് പറയാണ്, സതീശ അത് വേണ്ട, ഇത് മതി എന്ന് പറയാം. ഉടനെ സതീശൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ സണ്ണി ജോസഫിനോട് താൻ വൈദ്യുതി വാങ്ങണ്ട, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങണ്ട, ആദ്യം അതവിടെ നിൽക്കട്ടെ, തൻ്റെ പിന്നെ പേഴ്സണൽ സ്റ്റാഫിൽ തൻ്റെ അളിയനെ നിയമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ഇത് വളരെ രസകരമായിട്ട് പോകണം. ഇതിനെക്കുറിച്ച് അധികം ആരും ചിന്തിച്ചിട്ടുമില്ല, ചർച്ച ചെയ്തിട്ടുമില്ല. മാത്രമല്ല നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ KPCC പ്രസിഡന്റ് അത്ര നിസ്സാര പദവിയാണോ? അത് വലിയ പദവി തന്നെയാണ്. ആ പദവിക്ക് ഇവർ അർഹമായ അംഗീകാരം കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സംഭവിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ KPCC പ്രസിഡന്റ് നമുക്കൊരു പഴയ തലമുറയെ തൊട്ടിങ്ങോട്ടെടുത്തു KPCC പ്രസിഡന്റ് ആയിരുന്ന ഒരു ചില്ലറക്കാരാണ്, അവർ വലിയ വലിയ ആളല്ലേ. അങ്ങനെ വന്നിട്ട് ഇത് സണ്ണി ജോസഫ് അദ്ദേഹം KPCC പ്രസിഡന്റ് ആവുന്ന സമയത്ത് അദ്ദേഹം ഇതിന് യോഗ്യനാണോ എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അർഹനാണ്, അദ്ദേഹം പലവണ MLA ആയിരുന്ന ആളാണ്, അദ്ദേഹം എല്ലാം കൊണ്ട് അദ്ദേഹം കുഴപ്പമൊന്നുള്ള ആളല്ല. പക്ഷേ വലിയ കടാകടിയന്മാരിരുന്ന കസേരയാണത്. അപ്പം അങ്ങനെയുള്ള ആ പദവിയിലേക്ക് ഒരാളെ കൊണ്ടുവരണം ഒരടിയന്തരമായിട്ട്. ഈ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വൻ പരാജയമായിരുന്നു, ഇപ്പോഴും ആണ്, അതിന് യാതൊരു സംശയവുമില്ല. K. സുധാകരൻ ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ ഗ്രൂപ്പിസത്തിൻ്റെയും കാലാവധിയുടെയൊക്കെ കഥ പറഞ്ഞും ഈ MP സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുകൊണ്ടൊക്കെയാണ് K. സുധാകരനെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇദ്ദേഹത്തെ താൽക്കാലിക KPCC പ്രസിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഇലക്ഷനെ നേരിടാൻ വേണ്ടിയുള്ള ഒരാളെന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണ് കൊണ്ടുവന്നത്. അപ്പം എന്താണെങ്കിലും ഇദ്ദേഹം മന്ത്രിയായതോടെ KPCC അധ്യക്ഷൻ എന്ന പദവിയിൽ നിന്നും അദ്ദേഹം ഔട്ടായി എന്ന് തന്നെ പറയാം. ഇതേ അവസ്ഥ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനുള്ളത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജനീഷ് കുമാർ, അദ്ദേഹം മന്ത്രിയാണ് ഇവിടുത്തെ. OJ ജനീഷ്, പിന്നെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ലാത്ത അവസ്ഥയുടെ ഫലത്തിൽ അദ്ദേഹം തുടരും, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തുടരുന്നു. പോലും അതിനൊരു സ്ഥിരം പ്രസിഡന്റ് ഇല്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ അലോഷ്യസ് സേവ്യർ ഇറക്കിയ അതേ വിഷയമുണ്ടല്ലോ, ഈ പറയുന്ന ഗവൺമെന്റ് പ്ലീഡർ നിയമനം പറയാൻ പറ്റില്ല. ആ നിയമനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് ആര് പറയും? OJ ജനീഷിന് പറയാൻ കഴിയില്ല. അദ്ദേഹം പറയാൻ പോകുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. തൻ്റെ
മുകളിലുള്ള ആളാണ് മുഖ്യമന്ത്രി. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് പണ്ടത്തെ കാലത്ത് തിരുത്തൽ ശക്തിയായിരുന്നു. അതെ, തിരുത്താൻ പറ്റില്ല. സംസ്ഥാന പ്രസിഡന്റിന്റെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോൾ ആരെ തിരുത്താൻ പറ്റും? അതിന് രാജു തിരുത്തേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇപ്പം നിലവിൽ ആരുടെയും പേരുകൾ പറയുന്നില്ലെങ്കിലും ഖാർഗെക്ക് താല്പര്യം കൊടിക്കുന്നിൽ സുരേഷിനെയാണ്. ഒരു ദളിത് പ്രാതിനിധ്യം ഉണ്ടാകട്ടെ, അങ്ങനെ വന്നാൽ കേരളത്തിലൊരു വലിയ ചരിത്രമാണ്. KPCC അധ്യക്ഷന്റെ കസേരയിൽ കാണിക്കാത്ത ധൈര്യം കോൺഗ്രസ് കാണിച്ചു എന്ന് പറയാം. ഒരു ദളിതൻ എത്തുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം കൊടിക്കുന്നിലിനെയാണ്. ഈ കൊടിക്കുന്നിൽ ഈ കസേരയിലേക്ക് വരട്ടെ എന്നാണ്. പക്ഷേ പൊതുവെ അംഗീകരിക്കപ്പെടുന്നൊരു കാര്യം, സതീശന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അയാൾക്ക് വഴങ്ങുന്ന ഒരു KPCC പ്രസിഡന്റിനെ കൊണ്ടുവരണം. അതാണ് സതീശൻ്റെ ലക്ഷ്യം. ഇപ്പം കൊടിക്കുന്നിൽ സതീശനേക്കാൾ സീനിയറായ ഉറപ്പാണല്ലോ. അപ്പോൾ ഒരു കാരണവശാലും കൊടിക്കുന്നിലിനെ സതീശന് അടിച്ചിരുത്താൻ സാധിക്കില്ല. പിന്നെ ഉള്ളത് ഇനിയിപ്പോൾ വാഴയ്ക്കനും പുള്ളിയേക്കാൾ സീനിയറാണ്, വളരെ സീനിയർ. രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തിൽ വന്ന ആളാണ് കേസിന് സംസ്ഥാന പ്രസിഡന്റ്. സത്യം പറഞ്ഞാൽ ഈ പദവിയിൽ KPCC പ്രസിഡന്റ് ഏറ്റവും അർഹനായ ആൾ നിലവിൽ ജോസഫ് വാഴയ്ക്കനാണ്. നമ്മൾ പറയില്ലേ മുഖ്യമന്ത്രി ആവാൻ യോഗ്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്ന് പറയില്ലേ, സീനിയർ. അതുപോലെ തന്നെയാണ് ജോസഫ് വാഴയ്ക്കനാണ് ശരിക്കും KPCC പ്രസിഡന്റ് ആവാൻ ഏറ്റവും അർഹതയുള്ള ആൾ. കാരണം അദ്ദേഹം വളരെ സീനിയറാണ്, അദ്ദേഹം വളരെ സൗമ്യനായ, എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നല്ല കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാളാകുമ്പോൾ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എല്ലാവരും നന്നായി പെരുമാറുന്ന ഒരാളൊക്കെയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. അങ്ങനെയുള്ള ആളിനെ എന്തുകൊണ്ട് പരിചയം. മാത്രമല്ല ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ യോഗ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം MP ആണ്. ഇരട്ട പദവി എന്ന് പറഞ്ഞ പരിപാടി സത്യം പറഞ്ഞ കോൺഗ്രസ്സിൽ ഇല്ലാതാക്കേണ്ട നല്ലത്. അതായത് രാജ്യസഭ അംഗമായിരിക്കും. രാജ്യസഭ അംഗമാകുമ്പോൾ മണ്ഡലത്തിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട, മൊത്തത്തിൽ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇത് ഒരു മണ്ഡലത്തെ പ്രതികരിക്കുന്ന ലോക്സഭ അംഗമാകുമ്പോൾ മണ്ഡലത്തിലെ 100 കാര്യത്തിന് അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്തം ഓടേണ്ടി വരില്ലേ. അതെ, എന്താണെങ്കിലും സതീശൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാൾ ആകണമെന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിക്കാത്ത, അദ്ദേഹത്തിന് സ്വയമേ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ ഒരാളെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകളിൽ നിന്ന്. അദ്ദേഹം ഇന്ന് വൈകിട്ട് ഡൽഹിക്ക് പോകും, നാളെ വൈകിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇദ്ദേഹം ഡൽഹിക്ക് പോകുന്നത് ശരിക്കും കേന്ദ്രമന്ത്രിമാരെ കാണാനും സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ അറിയിക്കാനും അതിനൊപ്പം തന്നെ KPCC അധ്യക്ഷൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ സതീശൻ പറയുന്ന പോലെ ഒരാൾ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. കാരണം ഇക്കുറി KC വേണുഗോപാലിന് അബദ്ധം പറ്റില്ല. KC പിടിമുറുക്കും. കാരണം KCക്ക് വേണ്ടപ്പെട്ടവരെ KPCC പ്രസിഡന്റ് ആകത്തുള്ളൂ. എങ്കിൽ മാത്രമേ സതീശന് കടിഞ്ഞാണിടാൻ സാധിക്കൂ. അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശൻ പിടിച്ചപിടിയാലെ സമ്മർദ്ദം ചെലുത്തിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും കയറി വന്നെങ്കിലും ഈ കാര്യത്തിൽ അത് നടക്കില്ല. ഇപ്പോൾ AK ആന്റണി ആദ്യം 70കളിൽ KPCC പ്രസിഡന്റ് സമയത്ത് തന്നെ അദ്ദേഹം ഒരു വലിയ തിരുത്തൽ ശക്തിയെ പ്രവർത്തിച്ച ആൾ തന്നെയായിരുന്നു. എന്തിനാ അറിയാം, അന്ന് ഈ കത്തോലിക്ക ബിഷപ്പുകാരായിട്ട് പിന്നെ കോൺഗ്രസ് ഉണ്ടായ ചില അഭിപ്രായ ഭിന്നതകളുടെ വിഷയം വന്നപ്പോൾ ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ ഈ ബിഷപ്പുകാർ ഇന്ദിരാഗാന്ധിയെ പോയി കണ്ടു. ആ പരിപാടിയിൽ AK ആന്റണി പോയില്ല. ആ ആർജവം അദ്ദേഹം കാണിച്ചു. കാരണം തങ്ങളെന്തിനാ ആരെയാണോ എതിർത്തുകൊണ്ടിരിക്കുന്നത് അവർ പ്രധാനമന്ത്രിയെ സ്വന്തം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷയും പ്രധാനമന്ത്രിയായ വ്യക്തിയെ കാണാൻ വരുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയില്ല. അത്രയും ധൈര്യം കാണിച്ചു. AK ആന്റണി പോലെയുള്ള നമ്മളിപ്പോൾ പലരും പറയാം AK ആന്റണി വളരെ എന്താണ് സൗമ്യനാണ്, ശാന്തനായി പോയെന്ന് പറയുമ്പോഴേ ഈ നേതാക്കന്മാരെല്ലാവരെക്കാളും തൻ്റെ ഉള്ള നേതാവ് തന്നെ AK ആന്റണി. അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്ന് ഗോഹട്ടി AICC സമ്മേളനത്തിൽ ധൈര്യമായിട്ട് അവിടെ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ ധൈര്യം കാണിച്ച ഒരാളുടെ AK ആന്റണിയാണ്. നമ്മളെപ്പോഴും ഓർക്കണം അത്. അന്ന് സഞ്ജയ് ഗാന്ധി എന്നുള്ള ഇന്ത്യയിൽ ഒരു ഭരണഘടനാ പദവി ഇല്ലെങ്കിൽ പോലും ഇന്ത്യ ശരിക്കും ഭരിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു സഞ്ജയ് ഗാന്ധി. അയാളെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ പ്രസംഗിക്കാൻ ധൈര്യം കാണിച്ചപ്പോൾ കൂടെ പോയ പലരും സംശയിച്ചു എന്നാണ് AK ആന്റണി തിരികെ കേരളത്തിലേക്ക് ഓരോ പിടിച്ച് തിഹാർ ജയിലിൽ ഇടുമെന്നുള്ളത്. എന്നിട്ട് പോലെ ആർജവം കാണിച്ചു. അതാണ് ഇപ്പം ഇന്നത്തെ കാലം മാറിയിരിക്കുന്നു. അതുപോലത്തെ അത്രയും ശക്തനായ KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ പോലും ഈ പാർട്ടിയുടെ നിലപാടുകൾ കൃത്യമായി സർക്കാരിനെ ബോധ്യപ്പെടുത്താനും പാർട്ടിയുടെ ഒരു നിലപാടനുസരിച്ച് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാൾ തന്നെയായിരിക്കണം KPCC പ്രസിഡന്റ്. അതാണ്. എന്താണെങ്കിലും ശരി, അടുത്ത ഒരു വിവാദം ഈ കാര്യത്തിലായിരിക്കും ഉണ്ടാവുക. ഒന്നുറപ്പിച്ച് പറയാം, KCയുടെ കയ്യിലായിരിക്കും പിടി. KC അനുകൂലികൾ ആരെങ്കിലും ആയിരിക്കും KPCC പ്രസിഡന്റ്. ഇനിയും KC വേണുഗോപാൽ തന്നെ KPCC പ്രസിഡന്റ് ആകുമോ എന്നുള്ളത് കൂടി നമ്മൾ അറിയേണ്ടതായിരുന്നു. KPCC പ്രസിഡന്റ് ആവാൻ അദ്ദേഹം സർവ്വതാ യോഗ്യനാണ്. അതെ, AC ജനറൽ സെക്രട്ടറി സംഘടന ചുമതലയാണ്. ഇപ്പോൾ ഇത്രയും വർഷമായി അദ്ദേഹം നോക്കിയിട്ട് എനിക്കൊന്നും ഇപ്പം വിശാഖം പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. ശരിക്കും KPCC പ്രസിഡന്റ് യോഗ്യൻ KC വേണുഗോപാലാണ് ശരിക്കും പറഞ്ഞത്, വാഴയ്ക്കനെ പോലെ തന്നെ. അപ്പോൾ എന്താകും എന്നുള്ളത് നമുക്ക് കാണാം. അടുത്ത വിവാദങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.